ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ ഒരു കുഷ്യൻ കവറിൻ്റെ സ്റ്റിച്ചിങ് ട്യൂട്ടോറിയൽ കാണിക്കുന്നുണ്ട്. ഹാൻഡ് പെയിൻറ്റഡ് ആണ് അതിൽ ചെയ്തിട്ടുള്ളത്. അതെങ്ങനെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം. കൂടെ തന്നെ ഹോം മെയ്ഡ് ആയിട്ടുള്ള ഗ്രനോല ബാറിൻ്റെ റെസിപ്പിയും ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ കംപ്ലീറ്റ് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിൽ അറിയിക്കണം. കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊരു ഫാബ്രിക്കിൽ ഡിസൈൻ ചെയ്യുന്നതും അതിൽ ഹാൻഡ് പെയിൻറ്റ് ചെയ്യുന്നതും കാണിച്ചിരുന്നു. അപ്പോൾ അന്നത്തെ ദിവസം വർക്ക് കംപ്ലീറ്റ് ആയിരുന്നില്ല. ഞാൻ മിക്സ് ചെയ്ത കളറ് തീരുന്നത് വരെ പെയിൻറ്റ് ചെയ്ത് ദെൻ ബാലൻസ് ഉള്ളത് പിറ്റേ ദിവസം ചെയ്യാമെന്ന് കരുതി. അത്യാവശ്യം തിക്കായിട്ടുള്ളൊരു കോട്ടൺ മെറ്റീരിയലാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു ലെഫ്റ്റ് ഓവർ പീസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിൽ പെയിൻറ്റ് പിടിക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം പെയിൻറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. ഫാബ്രിക് പെയിൻറ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഈ കളർ ഞാൻ മിക്സ് ചെയ്തെടുത്തതാണ്. ഒരു ഡാർക്ക് ഒലീവ് ഗ്രീനാണ് എനിക്ക് വേണ്ടിയിരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഡേ ഞാൻ പെയിൻറ്റ് ചെയ്തത് നല്ലപോലെ ഡ്രൈ ആയിട്ടുണ്ട്. കളറൊക്കെ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് ഡേ ഞാൻ കളർ മിക്സ് ചെയ്ത് വന്നപ്പം സെയിം കളർ തന്നെ അല്ലേ കിട്ടിയത്. എന്തായാലും ഞാനതൊന്ന് പെയിൻറ്റ് ചെയ്തെടുത്ത് പിന്നെ സെക്കൻഡ് കോട്ടിൽ കളറൊന്നും കൂടെ റെഡിയാക്കാമെന്ന് കരുതി വീണ്ടും കളർ മിക്സ് ചെയ്ത് ഏകദേശം മാച്ച് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നോക്കണം. എന്നിട്ട് അത് അപ്ലൈ ചെയ്ത് സെക്കൻഡ് കോട്ട് കൊടുത്തിട്ടും 2 ടൈമിലായിട്ട് പെയിൻറ്റ് ചെയ്തതുകൊണ്ട് കളർ ഡിഫറൻസ് നല്ല പോലെ അറിയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ തലേ ദിവസം ചെയ്തതിൻ്റെ മേലെ കൂടെ ഒരു കോട്ടും കൂടെ കൊടുത്തു, ഇന്ന് മിക്സ് ചെയ്ത കളർ വെച്ചിട്ട്. ആൻഡ് അങ്ങനെ ചെയ്തപ്പോൾ 2 കളറും കൂടെ ഏകദേശം ബ്ലെൻഡായി ഒരേ ലുക്ക് ഒരു ഫിനിഷിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഡബിൾ കോട്ട് ചെയ്യാനുള്ളിടത്തൊക്കെ ചെയ്ത് പെയിൻറ്റ് മൊത്തം അതിലങ്ങോട്ട് അപ്ലൈ ചെയ്തെടുത്തു. ഒരു കുഷ്യൻ കവർ പ്ലാൻ ചെയ്തപ്പോൾ തന്നെ ഡിസൈൻ ഞാൻ സോഫയോട് മാച്ച് ചെയ്യുന്നതിന് ആക്കാമെന്ന് കരുതിയിരുന്നു. അപ്പോൾ സോഫയിൽ തന്നെ അത്യാവശ്യം പ്രിൻ്റ് ഉണ്ട്. ആ പ്രിൻ്റ് ഞാൻ ട്രേസ് പേപ്പർ വെച്ചിട്ട് ട്രേസ് ചെയ്തെടുത്ത് അത് കാർബൺ പേപ്പർ വെച്ചിട്ടാണ് ഈ മെറ്റീരിയലിലേക്ക് ആക്കിയത്. പിന്നെ ഞാനൊരു ഹീറ്റ് എറേസബിൾ പെൻ വെച്ചിട്ട് ഡിസൈൻ ചെയ്തു. ഇങ്ങനെ പെയിൻറ്റ് ചെയ്തെടുത്ത് 24 hours ഡ്രൈ ചെയ്യണം. അങ്ങനെ ഡ്രൈ ചെയ്യാൻ വേണ്ടി വെച്ചു. ഇങ്ങനെ വീട്ടിലിരുന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന ഇടയിൽ കഴിക്കാൻ പറ്റിയൊരു സ്നാക്കായിട്ട് ഐറ്റംസ് ഉണ്ടാക്കി വയ്ക്കാറുണ്ട്. അപ്പോൾ വെയ്റ്റ് ലോസ് ഡയറ്റിൽ യൂസ് ചെയ്തിട്ടുള്ള ഒരു സ്നാക്ക് ഐറ്റമാണ്. കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. നട്ട്സൊക്കെ വെച്ചിട്ട് ഓട്സും വെച്ചിട്ടുള്ളൊരു ഗ്രനോല ബാർ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയതെന്ന് വെച്ചാൽ 1 കപ്പ് ഓട്സ് എടുത്തിട്ടുണ്ട്. അതിന് ഡ്രൈ ചെയ്ത് ഇൻസ്റ്റൻറ്റ് ഓട്സാണ്, റോൾഡ് ഓട്സാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ 1 കപ്പ് ബദാം അതുപോലെ ഡ്രൈ റോസ്റ്റ് ചെയ്ത് അതിൻ്റെ കൂടെ തന്നെ വേറെ ആവശ്യമുള്ള നട്ട്സൊക്കെ ഡ്രൈ റോസ്റ്റ് ചെയ്തു. ബദാം കൂടുതൽ എടുത്തിട്ടുണ്ട്. പിന്നെ പീനട്ട്സ്, കാഷ്യൂസ്, പിസ്താഷ്യോസ്, സൺഫ്ലവർ സീഡ്സ് ഇതൊക്കെ ഒരു 1/4 കപ്പ് വീതം എടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ ഡ്രൈ റോസ്റ്റ് ചെയ്ത് ഞാനൊരു ബൗളിലേക്ക് ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൂടെ തന്നെ ഓട്സും ചേർത്ത് പിന്നെ അതിൻ്റെ കൂടെ ഈത്തപ്പഴവും ഫിഗും കൂടെ അരച്ചെടുത്തിരുന്നു, അതും മിക്സ് ചെയ്തു. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് അതിലേക്ക് കുറച്ച് പീനട്ട് ബട്ടറും 1 ടീസ്പൂൺ വാനില എസൻസും ആഡ് ചെയ്ത് നല്ല പോലെ മിക്സ് ചെയ്തെടുത്തു. ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് വാനില എസൻസ്. ഇഷ്ടമുള്ളത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്താൽ സംഭവം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു ട്രേയിൽ ബേക്കിംഗ് പേപ്പർ വെച്ചിട്ട് ഷേപ്പ് ചെയ്തെടുത്താൽ മതി. ഒന്ന് നല്ലപോലെ പ്രസ് ചെയ്ത് സെറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ആവശ്യമുള്ള സമയത്ത് ചെറിയ പീസ് എടുത്ത് യൂസ് ചെയ്താൽ മതി. ഇഷ്ടമുള്ള നട്ട്സൊക്കെ യൂസ് ചെയ്യാം. പിന്നെ ബട്ടർ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് നമുക്കത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയെടുക്കാം. അങ്ങനെയാണ് ഗ്രനോല ബാർ ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ബാക്ക് ടു സ്റ്റിച്ചിങ്. ഞാൻ ഈവനിങ് ഡ്രിങ്ക് കഴിച്ചതിന് ശേഷമാണ് ഇതുപോലെ എന്തെങ്കിലും ചെയ്യാനിരിക്കുന്നത്. അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഫാബ്രിക്കിന് സെയിം കളർ ത്രെഡൊക്കെ ഇട്ട് മെഷീനൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്.
ഈ ഫാബ്രിക് പെയിൻറ്റ് ചെയ്ത മെറ്റീരിയൽ ഞാനൊന്ന് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഡിസൈൻ ചെയ്ത ഭാഗത്ത് മാത്രം അവിടുത്തെ ഹീറ്റ് റിവേഴ്സിബിൾ പെന്നിൻ്റെ മാർക്കൊക്കെ പോകാൻ വേണ്ടി. ഇതാണ് നമ്മുടെ ഡിസൈന്. എങ്ങനെ ഒരു നീളത്തിലുള്ള പീസിലായിരുന്നു ഞാൻ അതിനെ കട്ട് ചെയ്ത് വെച്ചിരുന്നു കേട്ടോ. അതിനെ കട്ട് ചെയ്തിട്ടാണ് ഞാൻ ഡിസൈൻ ചെയ്തെടുത്തത്. അപ്പോൾ ഇതിന് നീളം എന്ന് പറയുന്നത് 40 ഇഞ്ചസാണ്. അതിൻ്റെ വീതി 17 ഇഞ്ചസും എടുത്തിട്ടുണ്ട്. അപ്പോൾ 16:16 റേഷ്യോയിലുള്ളൊരു കുഷ്യന് കവറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ 17x40 ഇഞ്ചസിലൊരു റെക്റ്റാങ്കിൾ പീസ് കട്ട് ചെയ്തെടുക്കുക. ഇനി ഞാൻ ഇതെങ്ങനെ ഫോൾഡ് ചെയ്യുന്നതെന്ന് കാണിക്കാം. കുഷ്യൻ്റെ ബാക്ക് സൈഡിൽ ഓവർലാപ്പ് ചെയ്ത് വരുന്ന രീതിയിലാണ് ഇത് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് ആദ്യം നല്ല വശം ഉള്ളിലേക്ക് ആക്കിയിട്ടാണ് മടക്കേണ്ടത്. അതിന് മുന്നേ ഈ ഓവർലാപ്പ് ചെയ്യാനുള്ള ഭാഗത്ത് നമ്മൾ മടക്കി തയ്ക്കണം. ഇനി ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വരുമ്പം 16 ഇഞ്ച് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ട് താഴെയും മുകളിലും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ കുഷ്യൻ കവർ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് തിരിച്ചെടുക്കാം, കുഷ്യൻ ഇൻസേർട്ട് ചെയ്യാം. ഒരുവിധം സ്റ്റിച്ചിങ് അറിയുന്നവർക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. എന്നാലും ഇങ്ങനെ ഒരു ഡിസൈൻ ചെയ്തപ്പോൾ ഒന്ന് ഷെയർ ചെയ്യാൻ തോന്നി. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ന്യൂ വ്യൂവേഴ്സൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്